മിടുക്കനായ ചെറുപ്പക്കാരൻ ബോർഡിൽ എന്തോ കുത്തിക്കുറിച്ചു. അതോടെ ആ അന്ധയാചകന്റെ ജീവിതം മാറിമറിഞ്ഞു. നമസ്കാരം, എല്ലാവർക്കും ജെ ടോക്സിലേക്ക് സ്വാഗതം. ചിലപ്പോൾ ചില വാക്കുകൾക്ക് ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള മാന്ത്രിക ശക്തിയുണ്ട്. ഇതൊരു സംഭവ കഥയാണ്. ഒരിക്കൽ യൂറോപ്പിലെ പ്രസിദ്ധമായ ഒരു നഗരത്തിൽ ഒരു അന്ധനായ യാചകൻ ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. താൻ അന്ധനായിരുന്നതിനാൽ ആളുകളോട് ഭിക്ഷ യാചിക്കാൻ അയാൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹം താൻ ഭിക്ഷ യാചിക്കാൻ ഇരിക്കുന്ന ആ സ്ഥലത്തിന്റെ തൊട്ടു പിറകിലായി ഒരു ചെറിയ ബോർഡ് സ്ഥാപിച്ചിരുന്നു. അതിലിങ്ങനെ എഴുതിയിരുന്നു: ഞാനൊരു അന്ധനാണ്, അതിനാൽ നിങ്ങൾക്കുള്ളതിൽ നിന്ന് എന്തെങ്കിലും ഭിക്ഷയായി തരിക. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒറ്റ ദിവസം പോലും അയാൾക്ക് വയറ് നിറയ്ക്കാനുള്ള വക കിട്ടിയിരുന്നില്ല. ഒരു ദിവസം അതുവഴി ഒരു മിടുക്കനായ ചെറുപ്പക്കാരൻ കടന്നു പോകാനിടയായി. അയാൾ ആ അന്ധയാചകനെ ശ്രദ്ധിച്ചു, അയാളുടെ ഭിക്ഷപാത്രവും. ആ ഭിക്ഷപാത്രം കണ്ടപ്പോൾ തന്നെ ആ യാചകന്റെ അവസ്ഥ അയാൾക്ക് മനസ്സിലായി. ഉടൻ തന്നെ ആ യുവാവ് എന്തു ചെയ്തെന്നറിയാമോ? ആ അന്ധയാചകന്റെ പുറകിലുണ്ടായിരുന്ന ബോർഡ് ആ യുവാവ് എടുത്തു. എന്നിട്ട് അതിൽ എന്തോ കുത്തിക്കുറിച്ചു. അതിനുശേഷം അയാൾ വേഗത്തിൽ നടന്നുപോയി. അത്ഭുതം എന്ന് പറയട്ടെ, അടുത്ത ദിവസം മുതൽ ആ അന്ധയാചകന്റെ ഭിക്ഷപാത്രം നിറഞ്ഞു കവിഞ്ഞു. അതോടെ ആ യാചകന്റെ ജീവിതം മാറിമറിഞ്ഞു. ആ യാചകന് തന്റെ അത്ഭുതം അടക്കാനായില്ല. ഇതെങ്ങനെ സംഭവിച്ചു? അയാൾ തന്റെ പിറകിൽ സ്ഥാപിച്ചിരിക്കുന്ന ആ ബോർഡുമെടുത്ത് പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ഒരു കച്ചവടക്കാരന്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു: അല്ലയോ സഹോദര, എന്താണ് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് എന്ന് അങ്ങൊന്ന് വായിച്ചു തന്നാലും. ആ കച്ചവടക്കാരൻ ആ ബോർഡ് അയാൾക്ക് വായിച്ചു കേൾപ്പിച്ചു. അത് വായിച്ചു തീർന്നപ്പോൾ ആ അന്ധയാചകന്റെ കൈകൾ വിറപൂണ്ടു. ആ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ഇത് മനോഹരമായ ഒരു പ്രഭാതമാണ്. നിങ്ങൾക്കത് കാണാനും ആസ്വദിക്കാനും കഴിയുന്നു, എന്നാൽ എനിക്കത് ഒരിക്കലും കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് വാക്കുകൾ ആ അന്ധയാചകന്റെ ജീവിതം മാറ്റിമറിച്ചു. ഇതുപോലെയുള്ള ചില വാക്കുകൾക്ക് ഒരുപാട് ജീവിതങ്ങളെ സ്പർശിക്കാൻ സാധിക്കും. നമുക്കും ഇതുപോലെ തന്നെ ആ നല്ലവനായ ചെറുപ്പക്കാരനെ പോലെ ഒരുപാട് മനുഷ്യജീവിതങ്ങളെ സ്പർശിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി. വീണ്ടും കാണാം.